ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കൊടകൻ്റെ ഇല. ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, വാ. ഇത് കണ്ടോ, നമ്മുടെ ഈ നാട്ടിൽ കൊടകൻ എന്ന് പറയും, മുത്തിളെന്നൊക്കെ പറയും തോന്നുന്നു. കൊടകൻ, മുത്തിള്, പല പേരുകളുണ്ട് ഓരോ നാട്ടിലും. ഇപ്പോൾ ഇതാ അതിൻ്റെ 3 ഇല പറിച്ച്. അല്ല തന്നെ ഇത് ഒരുപാട് ഔഷധ സസ്യമല്ലേ. ഷുഗർ പേഷ്യൻസൊക്കെ രാവിലെ ഒരു പച്ച നെല്ലിക്കയും ഇതിൻ്റെ ഒരു 3-4 ഇലയും കൂടെ കഴിച്ച് തിന്നാൻ നല്ലതെന്ന് പറയുന്ന കേൾക്കാവേ. പക്ഷെ ഇത് എന്തിനാണെന്നറിയാവോ? ഇതുവരെ കാര്യം പറഞ്ഞില്ല അല്ലേ. നെഞ്ചരിച്ചിൽ, പുളിച്ച് തികട്ടൽ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഈ 3 കൊടകൻ്റെ ഇലയും 3 ചെറിയ ജീരകം, 3 കുരുമുളകിൻ്റെ മണി അത് ഒന്നിച്ച് പിടിച്ച് ചവച്ചരച്ച് നീരങ്ങ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആ ഫീൽ അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ നെഞ്ചരിച്ചിൽ, പുളിച്ച് തികട്ടൽ മാറും. അത് ഒരുപാട് പേര് പരീക്ഷയിലുള്ളതാണ്. നിങ്ങളൊന്ന് ഒന്ന് കഴിച്ചു നോക്കിക്കോ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് കണ്ടോ, 3 ചെറിയ ജീരകമേ എടുക്കാവുള്ളൂ കേട്ടോ, 3 എണ്ണം. ഇനിയും 3 മണി നമ്മുടെ കുരുമുളക്, എന്നിട്ട് മടക്കി ചവച്ചോളുക. വ്യത്യാസമൊന്നുമില്ല. കുരുമുളക് ഒത്തിരി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 1 മണി എന്തായാലും എടുക്കണം. 1 മണി എടുത്താൽ മതി. ഇതും ചവച്ച നീരങ്ങ് ഇറക്കണം. നെഞ്ചരിച്ചിൽ, പുളിച്ച് തേട്ടൽ ഇങ്ങനെ ഇറങ്ങും. വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഫീല് ഞാൻ പറഞ്ഞല്ലേ, കുരുമുളകിൻ്റെ എരിവ് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർ മാത്രം 1 മണി എടുത്താൽ മതിയേ, അല്ലെങ്കിൽ 3 എടുത്താൽ നല്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. നെഞ്ചരിച്ചിൽ, പുളിച്ച് തേട്ടൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളെല്ലാം മാറിക്കോളും. പരീക്ഷ നോക്കിയോ, അഭിപ്രായങ്ങൾ പറഞ്ഞോ കേട്ടോ. എരിവ് നോക്കിയിട്ട് കേട്ടോ, എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് 1 എണ്ണം വെച്ചാൽ മതി. ഞാനൊക്കെ 3 എണ്ണം വെച്ചിട്ടാണ് ചവയ്ക്കുക. അപ്പം നിങ്ങൾക്കൊക്കെ ഗുണകരമായെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. അത്രേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല, ഇറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.